കൊല്ലത്ത് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള BSNL പ്രത്യേക പോളിസിയെ അട്ടിമറിക്കാൻ വ്യാപക ശ്രമം. ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് നൽകി അധിക വരുമാനം കണ്ടെത്തുന്നതിനായുള്ള BSNLന്റെ ഔദ്യോഗിക നയത്തിനെതിരെയാണ് ഇടത് സംഘടനകളുടെ പ്രതിഷേധം. നീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണെന്നും വിഷയത്തിൽ കേന്ദ്രമന്ത്രി അടക്കം പരാതി നൽകുമെന്നും ഭാരതീയ ടെലികോം എംപ്ലോയീസ് യൂണിയൻ വ്യക്തമാക്കി. കൊല്ലം വെള്ളയിട്ടമ്പലത്ത് പ്രവർത്തിക്കുന്ന BSNL ജനറൽ മാനേജർ ഓഫീസിലെ ഗ്രൗണ്ട് ഫ്ലോർ ക്രോപ്പ് പോളിസി പ്രകാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വാടകയ്ക്ക് നൽകുന്നതിനെതിരെയാണ് ഇടത് സംഘടനകളുടെ പ്രതിഷേധം. BSNLന്റെ പുരോഗതിക്കായി അധിക വരുമാനം കണ്ടെത്തുന്നതിനാണ് 2020 കേന്ദ്രം ക്രോപ്പ് പോളിസി നയം കൊണ്ടുവന്നത്. എന്നാൽ ഇതിനെതിരെയുള്ള ഗൂഢനീക്കമാണ് അംഗീകൃത ഇടത് യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. റെന്റ് ഔട്ട് പദ്ധതി പ്രകാരം കെട്ടിടങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഓഫീസ് സ്പേസുകൾ സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും വാടക ഇനത്തിൽ നൽകാവുന്നതാണ്. നേരത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ നൽകിയത് പ്രകാരം BSNLന് വാടക ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിനായാണ് ആവശ്യപ്രകാരം ഒഴിഞ്ഞുകിടക്കുന്ന മറ്റ് ഫ്ലോറുകൾ കൂടി നൽകാൻ തീരുമാനമായത്. എന്നാൽ ഇതിനെതിരെ ഇടത് സംഘടനകൾ ചീഫ് ജനറൽ മാനേജർക്ക് കത്ത് നൽകി. മുൻപ് സർക്കിൾ ഓഫീസിൽ ആധാർ ഓഫീസ് വരുന്നതുമായി ബന്ധപ്പെട്ടും ഇടത് സംഘടനകൾ പ്രതിഷേധമുയർത്തിയിരുന്നു. നിരന്തരമായുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയുള്ളതാണെന്നും പദ്ധതിയെ അട്ടിമറിക്കുകയാണ് ലക്ഷ്യമെന്നും ഭാരതീയ ടെലികോം എംപ്ലോയീസ് യൂണിയൻ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും എംപ്ലോയീസ് യൂണിയൻ പരാതി നൽകും. ജനം, കൊല്ലം.